നമ്മുടെ ബബ്ബുക്കുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതുവരെ ഒരു ബർത്ത്ഡേ പോലും നേരെ ചൊവ്വേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തവണ ബബ്ബുക്കുട്ടിക്ക് ഫുൾ സർപ്രൈസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് സർപ്രൈസ് ബർത്ത്ഡേ നൈറ്റ് തന്നെ നമ്മൾ ബബ്ബുവിനെ നേരെ മെർമെയ്ഡ്സ് ഓഫ് അറേബ്യയിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞി മെർമെയ്ഡാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ മെർമെയ്ഡിനെ നേരിട്ട് കണ്ടു കേട്ടോ. അവളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ ഒരിക്കലും മറക്കില്ല ഈ ഒരു ദിവസം. അവൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അവളുടെ ഏറ്റവും ഡിയറസ്റ്റ് ഫാൻറ്റസി ക്യാരക്ടറായിരുന്നു. ഇന്ന് നമ്മൾ ദുബായ് മോളിലാണ് കേട്ടോ ഈ മെർമെയ്ഡ്സ് ഓഫ് അറേബ്യ ഉള്ളത്. നല്ല ട്രാഫിക്കായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അവിടെ നമ്മൾ നേരെ ഒരു പേസ്ട്രി ഷോപ്പിലെത്തി. അവിടെ നിന്ന് ഒരു ചെറിയ പേസ്ട്രി മേടിച്ചു. ബിക്കോസ് നാളെ നമ്മൾ ബബ്ബുക്കുട്ടിക്ക് വേറൊരു കിട്ടിൽ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞി കേക്കൊക്കെ മേടിച്ച് നമ്മൾ രാത്രി തന്നെ വീട്ടിൽ വന്നു. അതൊക്കെ കട്ട് ചെയ്ത് ബബ്ബുക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾക്ക് ചെറിയ കേക്കാണെന്നുണ്ടെങ്കിലും കേക്കാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു കുട്ടി കട്ട് ചെയ്ത്. അതും പാതിരാത്രി കേക്ക് കഴിക്കാമെന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രഷ്യസ് മൊമെൻ്റാണ് കൊച്ചിന്. അങ്ങനെ ബബ്ബുക്കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ ഭയങ്കര ഹാപ്പിയായി നേരെ കിടന്നുറങ്ങി. അതാണ് അന്ന് നടന്ന സംഭവം കേട്ടോ. ജൂൺ 1 ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. ഇത്രയും ദിവസം ഞാൻ വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ജലദോഷവും അതൊക്കെ ആയിട്ട് സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ്. ഫുൾ വോയിസ് ഓവർ ആയിരിക്കും ഇത്. അന്ന് രാവിലെ അതായത് ജൂൺ 1 രാവിലെ എണീറ്റ് ഞാനിവിടെ ഫുൾ ക്ലീനിങ് ആണ്. അച്ഛനും മോളും അവിടെ ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട്. എന്താ പരിപാടി എന്നല്ലേ, ഇന്ന് ബബ്ബുക്കുട്ടിയുടെ കുറേ ഫ്രണ്ട്സിന് ബബ്ബുവിന് ഏതൊക്കെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണോ ബബ്ബു അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ബബ്ബുവിൻ്റെ വീട്ടിലേക്ക്. ഇന്ന് പെപ്പയുടെ ബർത്ത്ഡേ പാർട്ടി ആണെന്നാണ് വെപ്പ്. അപ്പോൾ പെപ്പ പിഗാണ് കേട്ടോ തീം വന്നിട്ടുള്ളത്. ഒരുപാട് ബലൂണും പിന്നെ ബബ്ബുവിൻ്റെ ഫേവറേറ്റ് പെപ്പ ബലൂൺസൊക്കെ നമ്മൾ മേടിച്ച് അച്ഛനും മോളൂടെ അവിടെ നിന്ന് വീർപ്പിക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ചേക്കാം കേട്ടോ. ഞാൻ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എൻഗേജ്ഡ് ആണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. ക്ഷീണമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടത് ഗൈസ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി. പിന്നെ എന്താണ് കിഡ്സ് പാർട്ടിയാണ് കേട്ടോ നമ്മളിന്ന് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. പിന്നെ കുറച്ച് അമ്മമാരും ഉണ്ട്. പിന്നെന്താണ് പിന്നെ ഇവിടെ ബബ്ബുക്കുട്ടി ഫുൾ ബിസിയാണ്. ബബ്ബുവിന് രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചിറക്കി, അല്ലെങ്കിൽ പിന്നെ കുളിയൊന്നും നടക്കൂല. നമ്മളിവിടെ റിട്ടേൺ ഗിഫ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ മണി ബാഗും പിന്നെ എന്താണ് കുറേ ചോക്ലേറ്റ്സും. അതായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്താ പറയുക റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം സത്യമായിട്ട് ഞാൻ കേട്ടത് ഇവിടെ ദുബായിൽ വന്നതിന് പിന്നെ കേട്ടോ. ഇവിടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഐറ്റംസ് നമുക്ക് ഇതേപോലെ കിട്ടിക്കഴിയുമ്പോഴാണ് ഓഹോ ഇങ്ങനെയും ഒരു സമ്പ്രദായം ഉണ്ടല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ അവിടെ നിന്ന് തകൃതിയായിട്ട് എന്താ പറയുക ഡെക്കറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബബ്ബുവിൻ്റെ വക ബബ്ബു എല്ലാവർക്കും നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇവർ ഫ്രണ്ട്സൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ബബ്ബുക്കുട്ടി കിട്ടുന്നതൊക്കെ പെറുക്കി അവളും കഴിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ബർത്ത്ഡേ ആയത് കാരണം ഞാൻ പിന്നെ അതിനോടൊന്നും പറഞ്ഞില്ല. ഇനി ബർത്ത്ഡേ ആയിട്ട് വെറുതെ കരയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പോയി മേടിക്ക്. എന്തത് താങ്ക് യു പറ. താങ്ക് യു പറ. കിട്ടിയതായിരുന്നു. വായിച്ചു നോക്ക്. ആഫ്റ്റർ സം ടൈം താങ്ക് യു പറയല്ലേ. ഞങ്ങൾക്ക് Daddy pig, mommy pig, Peppa pig, George pig. നമ്മൾ കേക്ക് കട്ടിങ് വച്ചിരിക്കുന്നത് 4 മണിക്കാണ് കേട്ടോ. പക്ഷേ ചിത്തിര എപ്പോഴും നേരത്തെ വരും. എന്തിനാണെന്നറിയോ എൻ്റെ വീട്ടിലെ പണി മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ വന്നിരുന്ന് ഞാൻ മറ്റേ റിട്ടേൺ ഗിഫ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാർഡ് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിള്ളേർക്ക് എപ്പോഴും ഇഷ്ടമല്ലേ പാൻ കേക്ക്സ്. അപ്പോൾ ഞാൻ ഇത്തവണ ബ്ലൂബെറി പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പണിപ്പരയിലായിരുന്നു ഞാൻ.
പിന്നെ കുറച്ച് അടുക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗസ്റ്റൊക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങി. ബബുക്കുട്ടി പിന്നെ കേക്ക് ഡെലിവർ ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല ആൾ. കേക്ക് ഇപ്പോൾ പൊട്ടിക്കണം എന്നുള്ള മൈൻഡായിരുന്നു. അതേപ്പോഴത്തേക്കും നമ്മുടെ ഫുഡും ഐറ്റംസൊക്കെ ഡെലിവർ ആയിട്ടുണ്ട്. നമ്മൾ ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്തി. ഇതാണ് നമ്മുടെ പൊന്നു ചേച്ചി. ബബുക്കുട്ടിക്ക് ചേച്ചിമാരിലെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ പൊന്നു ചേച്ചി. അപ്പോൾ പൊന്നു ചേച്ചിയുടെ ഗിഫ്റ്റാണ്. പൊന്നു ചേച്ചിയുടെ ഗിഫ്റ്റായിട്ട് ഓട്ടോ വരുന്നു കേട്ടോ. എല്ലാ ഗിഫ്റ്റും കിട്ടി അപ്പോൾ പൊട്ടിക്കലായിരുന്നു. അച്ഛതേ അതൊക്കെ നോക്കിക്കണ്ടതേ. അങ്ങനെ നമ്മുടെ സിയക്കുട്ടി എത്തി, സിയയുടെ അമ്മ എത്തി. ബബു ഭയങ്കര സന്തോഷമായിട്ടോ. ബബുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പാർട്ടിക്ക് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഇവമോളും എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം എത്തി, വൈഷ്ണവ് എത്തി. ഇത് എല്ലാവരും കൊടുത്ത ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ് സെൽവം എത്തിയിട്ടുണ്ട്. ബബുവിൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. ബബുവിൻ്റെ നഴ്സറിയിൽ ഒന്നിച്ചായിരുന്നു. ഒരു ഭയങ്കര കൂട്ടാണ് കേട്ടോ. രണ്ടുപേരും ഒന്നിച്ചാണ് സ്കൂളിൽ പോകാനും വരലൊക്കെ. അപ്പോൾ തമിഴ് സെൽവവും കൊണ്ടുവന്ന ഗിഫ്റ്റായിട്ട് ഓടി പോവേണ്ട എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. എൻ്റെ ബബുക്കുട്ടിക്ക് പിന്നെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാവരെയും കൊണ്ടുപോയി അപ്പോൾ കാണിക്കണമായിരുന്നു. ഏഞ്ചുട്ടിയൊക്കെ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അത്. എല്ലാവരെയും കാണിക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേ പ്രായത്തിലുള്ള കുട്ടികളായത് കാരണം എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ടോയ്സും കളിയും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ബബുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യൽ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനുവും എത്തിയിട്ടുണ്ട്. ബബുക്കുട്ടിയുടെ നഴ്സറിയിലത്തെ ടീച്ചറാണ്. ടീച്ചറും ബേബിയാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ബിനുദിയും എത്തിയിട്ടുണ്ട്. ബിനുദി ബബുവിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ റീലിലൊക്കെ കാണണ്ടായിരിക്കും ബിനുദീനെ. അപ്പോൾ അവരും എത്തി. അങ്ങനെ പാർട്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ. അയ്യോ ഇനിയുണ്ട്, നമ്മുടെ യോണയും കൂടി വരാനുണ്ട്. യോണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വെയിറ്റിങ്. യോണ ഇപ്പോൾ വരും. യോണയുടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. ഓക്കെ. കണ്ടു ബബു കൊച്ചിൻ്റെ മേക്കപ്പ് രണ്ടാമത്തെ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാവണ്യമ്മയാണ് കേട്ടോ. Give one star to happy birthday. Cake दिया
ഇതിന് സാൻഡി കൊടുക്കും സാൻഡ്വിച്ച് കൊടുക്കും നമ്മുടെ ഫ്രണ്ട്സാണ് ഈ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നത്. അവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്ത് പരിപാടിക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. അപ്പോൾ എല്ലാവരും ഉള്ള കാരണം അടിപൊളിയായിരുന്നു. പരിപാടി എല്ലാം ഗംഭീരമായി. ഇതാണ്ട് ശ്രീജയ ആദിയുടെ അമ്മയാണിത്. ഇത് പിന്നെ അറിയാമല്ലോ, ചിത്തിര സാവുട്ടിയുടെ അമ്മ. ഇതാണ് നമ്മുടെ വൈഷ്ണവ്. പിന്നെ ഇതാണ് നമ്മുടെ ഇവമോള്. പിന്നെ എന്താണ്, പിന്നെ ആരെ പരിചയപ്പെടാനില്ല. ഇനി നമ്മുടെ ഷെറിനെ പരിചയപ്പെടാനുണ്ട്. ഷെറിനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ആളാണ് ഷെറിൻ. ഞാൻ സ്ക്രീനിൽ വരുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പരിപാടി തീരുന്നേക്കാളും മുന്നേ അബുക്കുട്ടി കൊണ്ടുപോയി റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞെന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ കാരണം ഓടിപ്പോയി റിട്ടേൺ ഗിഫ്റ്റ് എല്ലാവരുടെ അടുത്തും കൊടുത്തേപ്പിക്കലായിരുന്നു. ഇതാണ് നമ്മുടെ ഇത്രയും നേരത്തെ വീഡിയോഗ്രാഫർ ആയിരുന്നു ഷെറിൻ. താങ്ക് യു ഷെറിനെ. ഷെറിനില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വ്ളോഗ് എന്ത് ചെയ്തേനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ബബുക്കുട്ടി എല്ലാവരുടെയും മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. Ready? I really enjoyed Sandy's birthday party. It was so fun with so many friends and especially thank you for the return gift. Thank you. Bye. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബബുക്കുട്ടിക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടോ. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ബബുക്കുട്ടി ഏറ്റവും ഹാപ്പി ആയത് ഇതേപോലത്തെ കുറേ നല്ല നല്ല കാർഡ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. ബബുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബബുക്കുട്ടിക്ക് എഴുതി കൊടുത്ത കുറേ കാർഡ്സാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. അവൾ ഇപ്പോഴും ഈ പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ബബുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഹർ ബർത്ത്ഡേ വെരി 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 സ്പെഷ്യൽ. അപ്പോൾ അത്ര വീട്ടിൽ പോണോ? വേണ്ടല്ലോ. Yes or no? വയലിടല്ലേ? Yes or no? No. അങ്ങനെ അവസാനം പാട്ട് കഴിഞ്ഞ് എല്ലാവരും മനസ്സോടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കായിരുന്നു. കിഡ്സ് പാർട്ടി ആയിരുന്നില്ലേ, അവരുടെ ദിവസമായിരുന്നു എന്ന്. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞാൻ എൻ്റെ സ്ഥിരം കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, വീട് ക്ലീനാക്കൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.